എന്നിവൻ എന്താണാവോ സ്പെഷ്യല്? ചിക്കൻ്റെ മണം വരുന്നുണ്ടല്ലോ. നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? അപ്പൊ നമുക്ക് ഒരുമിച്ച് നോക്കാം. പോരെ? ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം വേണ്ടത് കൊച്ചുള്ളി, സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. നമ്മൾ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അടുപ്പിലാണ് വെച്ചേക്കുന്നത്. കാരണം പെട്ടെന്ന് ചൂടാവാൻ അടുപ്പാണ് നല്ലതും. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് വെച്ചേക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നല്ലപോലെ വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. ചൂടായി. അതിനുശേഷം നമ്മൾ കറിവേപ്പില ആദ്യം ഇടുകയാണ്. അതിനുശേഷം പച്ചമുളകും ഒന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ കൊച്ചുള്ളി ഇടുകയാണ്. കൊച്ചുള്ളി സവാളയും കൂടെ ഒരുമിച്ചിടുകയാണ്. അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നല്ലോണം ചൂടായി ഒന്ന് വഴറ്റി വരണം. അതിന് ശേഷം മാത്രമേ നമുക്ക് പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർക്കാൻ പറ്റൂ. അപ്പോൾ നല്ലോണം വഴറ്റുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം വഴറ്റുകയാണ്. സൈഡിൽ ഇരിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. കാരണം വിറകിൻ്റെയൊക്കെ നല്ല ചൂടടിക്കുന്നുണ്ട്. നല്ലോണം വഴറ്റി വരുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുന്നു. ഒന്ന് വാടി നല്ലോണം വഴറ്റണം കേട്ടോ. നല്ലോണം വഴറ്റിയാൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കൊച്ചുള്ളിയുടെയൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുകയാണ്. അതും കൂടെ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി വർഗ്ഗങ്ങൾ ചേർക്കാം. അപ്പം നല്ലോണം ഇളക്കുക. അടി പിടിക്കുക. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഞാൻ കുറച്ചാണ് ചേർത്തത്. 1 ടീസ്പൂൺ ചേർക്കാം. കുറച്ചുകൂടെ ഞാൻ ചേർത്ത് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. എൻ്റേത് കുറച്ച് അടി പിടിച്ചു. കുഴപ്പമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ഇളകി വരും. കുരുമുളക് പൊടി ഞാൻ ചേർക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. എരിവ് വേണ്ടവർക്ക് എത്ര വേണം ചേർക്കാം. നല്ലതാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി അടുത്ത് ചേർക്കേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണത്. മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. കാരണം മുളക് പൊടി ചേർക്കുമ്പോൾ ഓർത്തോണം അടി പിടിക്കരുത്, കരിഞ്ഞു പോകരുത്. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം. കാരണം വിറകിൻ്റെ അകത്താണ് ചെയ്യുന്നത് കൊണ്ട് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്, കരിഞ്ഞു പോകാനും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലപോലെ കുറച്ച് പെരിഞ്ചീരകം ഞാൻ അതിനകത്ത് ഇടുകയാണ്. പൊടിക്കാത്തതാണ് ഇട്ടത്. അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നു. ഗരം മസാല ഞാൻ ആഡ് ചെയ്യുകയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. നല്ലപോലെ ഇനി ഇളക്കണം. നല്ലപോലെ ഇളക്കണം. ഒരു പച്ച മണവും മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെയും മാറിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. എൻ്റേത് കണ്ടോ കുറച്ചൊക്കെ അടി പിടിച്ചു. കുഴപ്പമില്ല, കരിഞ്ഞിട്ടില്ല. എന്തായാലും മുളക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തു. എല്ലാ പൊടികളുടെയും പച്ചമണം മാറി. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എല്ലാ ചിക്കനിലും നമ്മൾ വഴറ്റിയെടുത്ത പൊടിയും എല്ലാം കൂടെ ഇതിൽ പിടിക്കണം. നല്ലപോലെ പിടിക്കണം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ തക്കാളി ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാം. നല്ലപോലെ ഇളക്കി അത് പിടിപ്പിക്കണം. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. നല്ല ചൂടുണ്ട്. കാരണം വിറകടുപ്പായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്.
നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇത് ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ. നല്ലപോലെ എല്ലാ ചിക്കനിലും പിടിച്ചു. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് എല്ലാത്തിലും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. നമുക്കിനി വെള്ളം ആഡ് ചെയ്യാം. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചത്. പിന്നെ അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നോക്കിയിട്ട് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്യാം. അത് ഒഴിക്കുമ്പോൾ ഓർത്തോണം ചൂടാക്കിയിട്ടേ ആ വെള്ളം ഒഴിക്കാവൂ. നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. പെട്ടെന്ന് തീ കയറുന്നുണ്ട്, കാരണം അടുപ്പായതുകൊണ്ടേ നല്ലപോലെ തീ കയറുന്നുണ്ട്. അതുകൊണ്ട് തുറന്ന് നോക്കാം. നമുക്കൊന്ന് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഗ്രേവി കുറവാണ്. നമ്മളിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്, കാരണം ഗ്രേവി ഒത്തിരി കുറവാണ്. ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ വാടി. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് അടച്ച് തിളപ്പിക്കാം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി അത് തുറന്ന് നോക്കാം. നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നല്ല മണമുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുകയാണ്. നേരത്തെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തത് ഉള്ളി വഴറ്റിയപ്പോൾ മാത്രമാണ്. നല്ലപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഉപ്പ് എത്തണം. ഒരു സൈഡിൽ മാത്രം കിടക്കരുത്. അതുകൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ചിക്കൻ നല്ലോണം വെന്തു. ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്